സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജയ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിൻ്റെ ഡയറക്ടറും പ്രധാന വേഷം ചെയ്തിരിക്കുന്ന നവമി ചേച്ചിയുമാണ്. സ്വാഗതം. ജീവൻ്റെ കോർ എൻ്റെ സ്വന്തം ലൈഫ് തന്നെയാണ്. വിനോദേട്ടൻ പറഞ്ഞത് എൻ്റെ മുഴുവൻ ജീവിത കഥയും അനുഭവങ്ങളും ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. മലയാളം, ഹിന്ദി, തമിഴ് ഉൾപ്പെടെ 30-ലേറെ ചിത്രങ്ങളുടെ DOP ആയിരുന്നു സിനു സിദ്ധാർത്ഥ് ആണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓരോ ചെറിയ ചലനങ്ങളും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ് സിനു സിദ്ധാർത്ഥ്. ഞാൻ മുഴുക്കുടിയിലേക്ക് എത്തിയപ്പോൾ, അമിത മദ്യപാനത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം എല്ലാവരും നമ്മുടെ സൗഹൃദങ്ങളിൽപ്പെട്ട എല്ലാവരും രണ്ടെണ്ണമൊക്കെ അടിച്ച് കറങ്ങുമ്പോൾ ഞാൻ മദ്യപിക്കത്തില്ലായിരുന്നു. അമിത മദ്യപാനം ഒരു ദുശീലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ അതൊരു രോഗാവസ്ഥ. ആ രോഗാവസ്ഥ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ മലയാളി സമൂഹം. അതിൻ്റെ ഹിന്ദി വേർഡിൻ്റെ അർത്ഥം കൺവിൻസ് ചെയ്യുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വന്തം ഭർത്താവിനെ അമിത മദ്യപാനി ആകുന്ന സ്റ്റേജിലും ആരെയും ആശ്രയിക്കാതെ സ്വന്തം ജീവിതം ജീവിച്ച് ബോധ്യപ്പെടുത്തിയ ആളാണ് കായൽ. പ്രീതയുടെ ക്യാരക്ടർ. കായൽ എന്ന റിയൽ ലൈഫ് ക്യാരക്ടറിന്റെ ശരിക്കുള്ള പേരെന്താണ്? അതെൻ്റെ ഭാര്യയാണ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജയ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിൻ്റെ ഡയറക്ടറും പ്രധാന വേഷം ചെയ്തിരിക്കുന്ന നവമി ചേച്ചിയുമാണ്. സ്വാഗതം. നമസ്തേ. എന്താണ് ജീവൻ? എന്താണ് ജീവൻ്റെ കോർ? ജീവൻ്റെ കോർ എൻ്റെ സ്വന്തം ലൈഫ് തന്നെയാണ്. കുറച്ച് നാളെ മുമ്പ് അമിത മദ്യപാനം, അതാണ് ജീവൻ്റെ കോർ. അതുപോലെ എങ്ങനെയാണ് ഒരാൾ ബാക്ക് ട്രാക്ക് ചെയ്യപ്പെടുക, അതിൻ്റെ ഒരു നേർക്കാഴ്ച, അതിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷനാണ് എൻ്റെ ലൈഫിൻ്റെ, കുറച്ച് നാളത്തെ ലൈഫിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷനാണ് ജീവൻ എന്ന സിനിമ. ഇപ്പം എത്രത്തോളം നായകനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ട്രെയിലർ കണ്ട സമയത്തൊക്കെയാലും അദ്ദേഹം അത്രയും പ്രിപ്പയർഡായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തിൽ. അപ്പോൾ ചേട്ടൻ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റും റിയൽ ലൈഫുമായിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കണ്ടിട്ട്? അല്ല, ഒരുപാട് പടങ്ങളുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ് ഉൾപ്പെടെ 30-ലേറെ ചിത്രങ്ങളുടെ DOP ആയിരുന്നു സിനു സിദ്ധാർത്ഥ് ആണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു 100% ആക്ടർ തന്നെയാണ്, ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാം. ഇതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വളരെയധികം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതെൻ്റെ ലൈഫാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രഷർ വല്ലാതെ ഉണ്ടായിരുന്നു. ഓരോ ചെറിയ ചലനങ്ങളും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ് സിനു സിദ്ധാർത്ഥ്. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ ചലനങ്ങൾ പോലും അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മിമിക്രി കലാകാരനല്ല. മിമിക്രി കലാകാരനല്ലാതിരുന്നിട്ട് കൂടി എൻ്റെ ചലനങ്ങൾ, എൻ്റെ ജെസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് താതാത്മ്യം പ്രാപിച്ചിരുന്നു അദ്ദേഹം. ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അത്ര അല്ലേ? അത്രയധികം ഒബ്സർവേഷനായിരുന്നു. ഇപ്പം നമുക്കറിയാം നായകൻ തന്നെയാണ് DOP ചെയ്തത്. ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നായകൻ തന്നെ DOP ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? അത് ഇരട്ടി സ്ട്രെയിൻ അല്ലേ? അതെ, നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. കാരണം എല്ലാ സീനിലും ഒന്നിലധികം ക്യാമറകൾ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ ഓപ്പറേറ്റീവ് ക്യാമറാമാരായിട്ടുണ്ട്. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്നതിലേറെ ക്യാമറയ്ക്ക് പുറകിലുള്ള കാര്യങ്ങളും എല്ലാം ലൈറ്റും കാര്യങ്ങളും ക്യാമറ മൂവ്മെൻറ്റ്സും എല്ലാം നമ്മളെ കൊറിയോഗ്രാഫി, ആർട്ടിസ്റ്റിക് കൊറിയോഗ്രാഫി സെറ്റ് ചെയ്യും. ബാക്കിയെല്ലാം അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് എല്ലാം ശരിയാക്കിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യന്മാരാണെങ്കിലും അല്ലേ, തീർച്ചയായിട്ടും ഞാൻ കണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇടയ്ക്ക് പറയുമല്ലോ കേട്ടോ, ഞാൻ കണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, സിനു ആക്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ഷോട്ട് എടുക്കുവാണ്. അപ്പൊ അന്നേരം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ കാണാമോ, ഇങ്ങനെ ഇരുന്നാൽ എത്ര കിട്ടും, നോക്കിയേ നീ അത് നോക്കിയേ, നീ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്നോടെ നോക്കിയേ, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഇപ്പൊ നോക്കിയാ എങ്ങനെയാ, ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ക്യാമറമാനോട്, ക്യാമറ പിടിക്കുന്ന ആളോട് സിനു ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ എന്തോരം കിട്ടുന്നുണ്ട്, എങ്ങനെ ഇരുന്ന അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഭയങ്കര സ്ട്രെയിനാണ്, ഓവർലോഡാണ് ശരിക്കും. പക്ഷെ എന്നാലും ഈ സിനിമയോടുള്ള അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണ്
അതിലേക്കൊക്കെ എത്താൻ പറ്റുക. അത് മാത്രമല്ല, നമ്മുടെ കൂടെ പെർഫോം ചെയ്ത ഇപ്പം നവമി ചേച്ചി, നമ്മുടെ സുനിൽ പണിക്കർ, നിർമ്മാതാക്കളുടെ ഒരാളായ സുനിൽ പണിക്കർ, വിജയേട്ടന്, സുഭാഷ് മന്ദള, അങ്ങനെ നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും, ഒപ്പം തന്നെ ടെക്നീഷ്യന്മാരും എല്ലാവരും തമ്മിൽ ഒരു കുടുംബം പോലെ അല്ലേ, ഒരു കുടുംബം പോലെ കഴിഞ്ഞുകൊണ്ട് ആർക്കും വലിപ്പച്ചെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഇന്ന ജോലി മാത്രമല്ല ചെയ്യുന്നത്. അതുകൊണ്ടൊരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം അവിടെ നിലനിർത്താനും എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത് ഇത്രയും സ്മൂത്തായും വിജയകരമായിട്ടും ഈ സ്റ്റേജ് വരെ കൊണ്ടെത്തിക്കാൻ ഒരു പക്ഷേ സാധിച്ചത്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് അങ്ങനെ ഒരു ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണെന്നുള്ള ഒരു ഫീലിംഗ് ആക്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും അതുപോലെ നമ്മളൊരു ഫാമിലി മെമ്പറെ പോലെ തന്നെ നമ്മളെ കൊണ്ടു നടന്നത്. അതുപോലെ എനിക്കൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ഇപ്പം നായകൻ്റെ ആരായിരുന്ന സമയത്തായാലും ചേട്ടൻ്റെ റിയൽ ലൈഫ് ക്യാരക്ടറാണ് നായകനകത്ത് റിയൽ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പം ചേട്ടൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നായകൻ്റെ പെർഫോമൻസിലൊക്കെ ആയാലും? ഇപ്പം ചേട്ടൻ കണ്ടതാണ്, അതേപോലത്തെ സ്ട്രെയിൻസ് ഒക്കെ ഒരുപാട് കണ്ട ആളാണ്. ഇപ്പം ഞങ്ങൾ സംസാരിച്ചിരുന്നു അതിനെ പറ്റി. അപ്പോൾ ആ സമയത്തായാലും ഒത്തിരി എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. ഇപ്പം പട്ടി നക്കുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ മറ്റേ ജംഗ്ഷൻ കൂടെ ചെരുപ്പിലാണ്ട് ഓടുന്ന കാര്യങ്ങളൊക്കെ ആയാലും പറഞ്ഞിരുന്നു. അപ്പം ഇതൊക്കെ ചേട്ടൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും 100% തൃപ്തനാണ് ഞാൻ. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ അത്രയും സ്ട്രഗിള് അല്ലെ സ്ട്രെയിൻ എടുത്തിരുന്നു. ഷൂട്ടിനിടയ്ക്ക് തന്നെ നമ്മൾ ബാറിൽ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒറിജിനൽ ബിയർ കുപ്പി വെച്ചിട്ട് അടിക്കുന്നുണ്ട്. അത് വളരെ ചിൽഡായിട്ടുള്ള, കയ്യിൽ നിന്ന് പിടിവിട്ട് പോയിട്ട് വന്ന് സിനുവിൻ്റെ കയ്യിൽ 3-4 കൊണ്ടുകയറും. സിനുവിൻ്റെ ദേഹം മാത്രമല്ല പലരുടെയും ദേഹം മുറിയും മറ്റും ചെയ്ത്. അതുപോലെ ബാറ് തുറന്ന് ഓടിക്കയറുന്ന ഒരു സീനുണ്ട്. അതിൽ സിനുവിൻ്റെ കാല് കുഞ്ഞുവിരൽ പൊളന്നു പോയി. അതുപോലെ ഒത്തിരി ആക്സിഡന്റ്, ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ചെരുപ്പില്ലാതെ ഓടുന്ന സീനുണ്ട്. അതിൽ കല്ല് കുത്തി കയറിയിട്ട് കാല് മുറിഞ്ഞല്ലേ. അതൊരു ദിവസം രാവിലെ ഫസ്റ്റ് ഷോട്ടാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കാൻ അതെല്ലാം സഹിച്ച് അത്രയധികം ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. എന്നോട് സ്റ്റൺ മാസ്റ്ററിന്റെ അടുത്തൊരു ഇവിടെ ഒരു പരിക്ക് പറ്റിയിട്ട് അത് പറഞ്ഞില്ലെന്നാ പറഞ്ഞത്. സീൻസ് കട്ട് ചെയ്ത് മേടിച്ചിട്ട്. അതെ. അത് സുനിൽ പണിക്കരുമായിട്ട്, സുനിൽ പണിക്കർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് PD പഞ്ചർ ദിനേശൻ. പഞ്ചർ വർക്ക്ഷോപ്പ് കട നടത്തുന്ന ജീവന്റെ വളരെ അടുത്ത ഒരു സ്റ്റേജില് പുള്ളി ക്രോണിക് ആയതിനു ശേഷം വരുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിപ്പും കിടപ്പും എല്ലാം ഒന്നിച്ചാണ്. അപ്പോഴേ ഇദ്ദേഹമായിട്ടുള്ള ഒരു സീക്വൻസിൽ ആണ് ഇത് ഈ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അതൊന്നും പറയുന്നില്ല, പറയാതെ അപ്പം അങ്ങനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്തു. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും എല്ലാ ടെക്നീഷ്യന്മാരുടെയും ഹാർഡ് വർക്ക് എടുത്തു പറയുന്നത്. ശരിക്കും ഈ സിനിമയുടെ വിജയം ആ കൂട്ടായ്മ തന്നെ. ഇപ്പം നവമി ചേച്ചിയിലേക്ക് വരുന്ന സമയത്ത് ചേച്ചി ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റോടാണ്, ഓൾസോ ആക്ട്രസ് ആണ്. ചേച്ചി എത്രത്തോളം ഹാപ്പിയാണ് പേര് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം? ഇപ്പം നവമി ചേച്ചിയിലേക്ക് വരുന്ന സമയത്ത് ചേച്ചി ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, ഓൾസോ ആൻ ആക്ട്രസ് ആണ്. അപ്പം ചേച്ചി എത്രത്തോളം ഹാപ്പിയാണ് ഒരു എന്താ പറയുക ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന സമയത്ത്? എനിക്ക് ആക്ച്വലി പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ മൂവിയിൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ. ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു മൂവിയിലേക്ക് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് എനിക്ക് ഇങ്ങനൊരു അവസരം വന്നത് മറ്റേ സുനിൽ പണിക്കർ വഴിയാണ് വരുന്നത്. പക്ഷെ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു അവസരം വന്നതിലും അത് ചെയ്യാൻ പറ്റിയതിലും. ഇങ്ങനെ ഇത്രയും ആൾക്കാരുമായിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ പറ്റിയതിലും എനിക്ക് അതിലാണ് കൂടുതൽ സന്തോഷം. കാരണം ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. അങ്ങനെ ഒരു സന്തോഷമാണ്, ഹാപ്പിനെസ് തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചതിൽ. എങ്ങനെയുണ്ടായിരുന്നു ക്രൂ, കാസ്റ്റ് ക്രൂ എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ? ബോണ്ടിങ് വളരെ നല്ല, ഒരു ഫാമിലി പോലെ എന്ന് തന്നെ പറയാം. അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന 1-2 പേര് എന്നോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഇതല്ല ശരിക്കും ഫിലിം, ചേച്ചി ഇത് ഫാമിലി, ഇതാണ് ഫിലിം എന്ന് പറഞ്ഞ് ചേച്ചി വേറൊരു അടുത്തുനിന്ന് ചിലപ്പോൾ ഇതായിരിക്കില്ല കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഫിലിം എന്ന് വിചാരിച്ച് ചേച്ചി ഇറങ്ങിത്തിരിക്കണ്ട. പക്ഷെ
ഇങ്ങനെ ഉണ്ട്. ഓക്കെ. അത്രയ്ക്ക് ബോണ്ടിങ് ആയിരുന്നു. ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞ് വന്നിരുന്ന് ഞങ്ങൾ താമസിക്കുന്ന അവിടെ വന്ന് ഞങ്ങളെല്ലാവരും ആ ഹോളിൽ വന്നിരുന്ന് നമ്മളെല്ലാവരും സംസാരിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് നിലത്ത് വട്ടമിട്ടിരുന്നു എല്ലാവരും ഒരുമിച്ച് അങ്ങനെ എല്ലാവരും ഇങ്ങനെ താമസിക്കുന്നവരുടെ എല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന ഒരുമിച്ച് വന്നിരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞാണ് പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടെ. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും വളരെ കൂളായിരുന്നു. കൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ഒരു ഡബിങ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന സമയത്ത് ചേച്ചിയുടെ വർക്ക് ചെയ്തൊക്കെയാണ്, ഐ മീൻ പ്രീവിയസ് വർക്ക്? ഞാൻ 2018 വരെ നാട്ടിലില്ല, ഒരു 20 വർഷം നാട്ടിലില്ലായിരുന്ന ഒരാളാണ്. അപ്പോൾ 2018 ശേഷമാണ് നാട്ടിൽ വന്ന് താമസം തുടങ്ങിയത്. അതിന് മുമ്പ് നാട്ടിലുണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഡബിങ്ങിലേക്ക് വരുന്നത്. 2018 ശേഷമാണ് വരുന്നത്. ഒരു പയ്യൻ നമ്മളത് പിച്ച വെച്ച് വരുമ്പോൾ തന്നെ കോവിഡ് വന്ന് പിന്നെ അതിന് 2 വർഷം അങ്ങനെ പോയി. ഏതായാലും അങ്ങനെ പറഞ്ഞാലും 2021 ശേഷമാണ് നമ്മൾ വളരെ ചെറിയ കുട്ടിയാണ് ഡബിങ് ഫീൽഡിൽ നമ്മൾ ഇതായിട്ട് വരുന്നതേ ഉള്ളൂ, പിച്ച വെച്ച് കയറി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലരും ആ ചേച്ചി ഇപ്പൊ ഡബ് ചെയ്യുന്നുണ്ട്, സിനിമയിലൊക്കെ അഭിനയിച്ചു, ചേച്ചി സമയമുണ്ടോ, തിരക്കല്ലേ, അങ്ങനെ ഇപ്പൊ ഡബിങ്ങിന് പലരും വിളിക്കുന്നില്ല അഭിനയിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. അതാണ്. പിന്നെ വേറെ എന്താണ് ചോദിച്ചത്? ഐ മീൻ ചേച്ചിയുടെ വർക്ക്സ് ഏതൊക്കെയായിരുന്നു? ഐ മീൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് അവസരങ്ങള് മീൻസ് എല്ലാവരും അഭിനയിക്കുന്നവർ തന്നെയാണ് ശബ്ദം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ആണ്, ഒരു സീനിലോ 2 സീനിലോ ഒക്കെ വരുന്നതാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ശ്വേതാ മാഡത്തിന് വേണ്ടി ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെ. പിന്നെ ജോളി ചെറിയത്ത് എന്ന് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാം. അവരൊക്കെ നല്ല ഡബിങ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഒക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ വരാൻ പറ്റാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മളെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ചാർമിള എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിന്റേജ് ആക്ട്രസ് ചാർമിള. അതെ. അങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ട്, പലർക്കും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റിന് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ക്യാരക്ടർ ആർക്കാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ നായിക വരുന്ന പ്രീതി. ഇപ്പം പ്രീതിയുടെ ഒരു തുടക്കത്തിലുള്ളൊരു വർക്കാണിത്. അപ്പം ചേട്ടൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഐ മീൻ എന്താ പറയുക, റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത്? തീർച്ചയായിട്ടും ഗംഭീര ആക്ടറാണ് അദ്ദേഹം, പ്രീതി കൃഷ്ണൻ. അപ്പോൾ ഇതിൽ കായൽ എന്ന് പറയുന്ന കായൽ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവന്റെ ഭാര്യയാണ്, IT ഉദ്യോഗസ്ഥയാണ്. കായൽ നമ്മുടെ കായൽ പോലെ വളരെ വിശാലവും ആഴവും പരപ്പും ഒക്കെയുള്ള ഹൃദയത്തിനുള്ളവ, ഒട്ടും പൊസസീവ് അല്ലാത്ത ക്യാരക്ടറാണ്. കാരണം ജീവന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ സ്ത്രീ സുഹൃത്തുക്കളുമാണ്. ഇതിലൊന്നും ഒന്നിച്ച് മദ്യപിക്കാനായിട്ട് ജീവനെ വിളിച്ചോണ്ട് പോകുന്ന ഒക്കെ കായലിന്റെ അടുത്തു നിന്ന് തന്നെ വിളിച്ചോണ്ട് പോകുന്നു. പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നമില്ല, ഒട്ടും പൊസസീവ് അല്ലാത്ത ക്യാരക്ടറാണ്. കായലിന്റെ ഹിന്ദി വേർഡിന്റെ അർത്ഥം കൺവിൻസ് ചെയ്യുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ സ്വന്തം ഭർത്താവിനെ അമിത മദ്യപാനി ആകുന്ന സ്റ്റേജിലും ആരെയും ആശ്രയിക്കാതെ സ്വന്തം ജീവിതം ജീവിച്ച് ബോധ്യപ്പെടുത്തിയ ആളാണ് കായൽ, പ്രീതിയുടെ ക്യാരക്ടർ. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. ഇപ്പം കായൽ എന്ന റിയൽ ലൈഫ് ക്യാരക്ടറിന്റെ ശരിക്കുള്ള പേരെന്താണ്? അതെന്റെ ഭാര്യയാണ്, ആശ എന്നാണ് പേര്. ഇപ്പം ആശയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇതൊരു സിനിമയായിട്ട് വരുന്ന പറഞ്ഞ സമയത്ത്? അവരനുഭവിച്ച ജീവിതം സിനിമയായിട്ട് വരുന്ന സമയത്ത്? തീർച്ചയായിട്ടും ആക്ച്വലി ജീവന്റെ ഒരു ഫോക്കസിലൂടെയാണ്, അല്ലെങ്കിൽ അവന്റെ ഒരു യാത്രയാണ്, പ്രമാണ യാത്രയാണ് സബ്ജക്റ്റ്. അപ്പൊ അതിൽ വന്നു പോകുന്ന കഥാപാത്രമാണ് ഇപ്പൊ അമ്മ ശ്രീമതി എന്നാണ് പേര്. അച്ഛൻ സ്വാതന്ത്ര്യം. കാരണം മകൻ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്തിട്ട് അതെല്ലാം ദുർവിനിയോഗം ചെയ്ത ആളാണ് ജീവൻ. അത് ചെയ്തിരിക്കുന്നത് റൂബി വിജയേട്ടനാണ്, അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബിബിയ ശാന്ത് അവതരിപ്പിച്ച കെമ്പോസ്റ്റല്ല, ജീവന്റെ സ്ത്രീ സൗഹൃദങ്ങളിൽ പെടുന്നതാണ്. കെമ്പോസ്റ്റല്ല, നക്ഷത്രക്കൂട്ടം എന്നാണ് അർത്ഥം. വിജയ് സൂപ്പറിലൊക്കെ അതെ. അപ്പം ഇങ്ങനെ പല കഥാപാത്രങ്ങളും
ഇവൻ്റെ യാത്രയിൽ വരുന്ന അല്ലെങ്കിൽ വന്നു പോകുന്നവരാണ്. തീർച്ചയായിട്ടും കായലും അതുപോലെ തന്നെയാണ്. ഫോക്കസ് എപ്പോഴും ജീവന്റെ യാത്രയിലൂടെ ഒരു കഥ പറഞ്ഞു പോവാണ്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വൈഫ് ആശങ്കയുണ്ടായിരുന്നു. വൈഫ് മാത്രമല്ല, മകള് ഗൗരി നിവേദിത എന്നാണ് പേര്, വീട്ടിൽ പാറെന്ന് വിളിക്കും. ഇതിനകത്തെ ക്യാരക്ടറിന്റെ പേര് കനി എന്നാണ്. ഇത് കുട്ടിയുടെ പേര്. അത് രണ്ട് സ്റ്റേജാണ് എല്ലാവരുടെയും കാണിക്കുന്നത്. ഒന്ന് അദ്വിക, ചെറിയ കുട്ടി. മറ്റൊന്ന് ഇസ്ര. അവരാണ് കനിയുടെ വേഷം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ, ഒരു അല്ലെങ്കിൽ ഡോക്യുമെന്ററി ഫീല് ഒക്കെ സിനിമാറ്റിക് വേർഷൻ ചെയ്തിരിക്കുന്നത്. അവരിതിന്റെ ഔട്ട് കണ്ടിരുന്നു? ഐ മീൻ ഇല്ല, ഒരുമിച്ച് കാണാനായിട്ടുള്ള. അതെ, അത് ഒടുവില് കണ്ടാൽ മതി. പക്ഷെ ഈ സബ്ജക്റ്റ് വൈഫിന് അറിയാം ത്രൂ ഔട്ട്. കാരണം എൻ്റെ ചെറിയ എഴുത്തുകളും കാര്യങ്ങളും എല്ലാം ടൈപ്പ് ചെയ്യുന്നതും DTP എടുക്കുന്ന എല്ലാം വൈഫ് ആശയം. ഇത്ര എക്സ്ട്രീം, ഇപ്പം സിനിമയിൽ ട്രെയിലർ കണ്ട സമയത്ത് ഒത്തിരി എക്സ്ട്രീമിലൂടെ കടന്നു പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം അവർക്ക് ഇതൊക്കെ അറിയായിരുന്നു? ഐ മീൻ ഇത്ര എക്സ്ട്രീമിലൂടെയാണ് ചേട്ടൻ കടന്നു പോയിക്കൊണ്ടിരുന്നതായി? അറിയാം, തീർച്ചയായിട്ടും. അപ്പം നമ്മളുടെ നിയന്ത്രണങ്ങളിൽ പെടില്ല, അല്ലെങ്കിൽ നമുക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും തീർച്ചയായിട്ടും അച്ഛൻ, അമ്മ. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ മദ്യക്കുപ്പി നേരിട്ട് കണ്ടിട്ട് പോലും. കൂടുതൽ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ഫാമിലിയിലാണെങ്കിലും ഈ വലിയ മദ്യപാനികൾ അങ്ങനെയില്ല, കുറവാണ്. പലപ്പോഴും എല്ലാവരും രഹസ്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെയോ മേടിക്കുന്നേ ഉള്ളൂ. അമ്മ അധ്യാപിക. അതെ, അമ്മ അധ്യാപികയായിരുന്നു. രണ്ടുപേരും അച്ഛനും അമ്മയും മരിച്ചു. അമ്മ സ്ക്രിപ്റ്റും എല്ലാം കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ആണ് രണ്ടുപേരുടെയും മരണം. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും വിഷമമുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലിയിലെ മദ്യപാനികൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാനൊരു സ്റ്റേജിന്, ഒരു ടൈമിന് ശേഷമാണ് മദ്യപാനം, അമിത മദ്യപാനത്തിലേക്ക് കടക്കുന്നത്. പലപ്പോഴും രഹസ്യമായിട്ട് ഒരു അര ഗ്ലാസ് ബിയറോ അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളെ ഉള്ളത്. അത് ഈ ഒരു 4 വർഷം മുമ്പ്, 6 വർഷം ആണ് അമിത മദ്യപാനത്തിലേക്ക് എൻട്രി ആകുന്നത്. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ആ ഒരു പോയിന്റ് എന്താ, നമുക്കൊന്ന് ഒരു ടേണിംഗ് പോയിന്റ് അതിലേക്ക് കടന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഞാൻ നേരത്തെ മറ്റൊരിടത്ത് സൂചിപ്പിച്ചിരുന്നു. ഇത് അമിത മദ്യപാനം ഒരു ദുശീലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ അതൊരു രോഗാവസ്ഥയാണ്. ഒരു പക്ഷേ ട്രീറ്റ്മെന്റിലൂടെ തന്നെ മാറ്റേണ്ടതാണ്. ആ രോഗാവസ്ഥ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ മലയാളി സമൂഹം. കാരണം മദ്യത്തെ കൃത്യമായിട്ടല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വലിച്ചുവാരി കുടിക്കുക എന്നുള്ളതാണ്. പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒക്കേഷണലി ഒരു പാർട്ടി ഡ്രിങ്ക് പോലെയാണ് അവർ കുടിക്കുന്നത്. പക്ഷെ ഇവിടോട്ട് വരുന്ന സമയത്ത് എല്ലാവരും എക്സ്ട്രീമിലോട്ട് പോകുന്നു. യൂറോപ്യൻസിനും അമേരിക്കൻസിനും ഒക്കെ അവരുടെ ആഹാരത്തിന്റെ ഭാഗമാണ് ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പം അല്ലാതെ അവര് അങ്ങനെ അടിച്ച് മറിയൊന്നുമില്ല. ഇപ്പം മ്യൂസിക് ആയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അതെ. എത്രത്തോളം ചേട്ടൻ ഹാപ്പിയാണ് അതിൽ? തീർച്ചയായിട്ടും അവരുടെയൊക്കെ എഫർട്ട് വളരെ വലുതായിരുന്നു. ഗോപി സുന്ദർ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഷിബു ചക്രവർത്തി ശിവചേട്ടാണ് ലിറിക്സ്. അവരുടെ ഒരു സോങ് രജത്താണ് പാടിയിരിക്കുന്നത്. ഒന്ന് കണ്ണൂർ ഷെറീഫും ആദിരാജനങ്ങളും, ഒന്ന് വർഷ രജിത്ത്. പാടിയ എല്ലാവരുടെ എഫർട്ട് വളരെ വലുതായിരുന്നു. പാട്ടിന്റെ ഏരിയ വളരെ തഴക്കവും പഴക്കവും ചെന്ന ആൾക്കാരാണ്. ഞാൻ കേട്ടിരുന്നു. ട്രെയിലർ കേൾക്കുന്ന സമയത്ത് നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. ടോട്ടലി എല്ലാ ക്രൂവിൻ്റെ ഒരു ഹാർഡ് വർക്ക്, എത്രത്തോളം എഫർട്ട് ഇതിനകത്ത് ഇട്ടു. ഇപ്പം നമ്മളുടെ എന്താണ് ക്രിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തോട്ട്സ് എന്താണ്, അതിനൊപ്പിച്ച് അതിനെന്താണ് വേണ്ടത്, ആ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര മഹത്തരമായ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെ ഉൾക്കൊള്ളുന്നു, അത് പ്രൊഡ്യൂസേഴ്സ് എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനെ അവരെ അത് കൃത്യമായിട്ട് ചെയ്തു തരുമ്പോഴാണ് നമുക്കൊരു സംഭവം സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും.
ഇപ്പം സീനൊക്കെ ഇപ്പം ആർട്ടിസ്റ്റുകളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവരെത്രത്തോളം ഈ ഒരു ഭീകരത കേട്ട് ഐ മീൻ റിയൽ ലൈഫിൽ ഒരാൾ അനുഭവിച്ച കാര്യങ്ങളല്ലേ ഇതൊക്കെ, അവരെത്രത്തോളം ഇതിനകത്തിൽ ഞെട്ടിയിരുന്നത് കേട്ടതൊക്കെ? അല്ല, ഓരോരുത്തർക്കും ഈ സബ്ജക്റ്റ് കേട്ട ഓരോരുത്തർക്കും അവരുടെ ലൈഫുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ, ഈ ഒന്നെങ്കിലും സന്ദർഭമായിരിക്കും, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ, ജീവനെ അല്ലേ, നമ്മുടെ വീടിന്റെ നമ്മുടെ പരിസരത്തുള്ള ഒരാൾ തന്നെയാണ് ജീവൻ. നമ്മൾ കൺമുന്നിൽ കാണുന്ന ഒരാൾ തന്നെയാണ്. നമ്മളെപ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട് ജീവനെ പോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ലൈഫാണ് പറയുന്നതെങ്കിലും ഇതിനകത്ത് നമ്മുടെ ബന്ധുക്കളിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ നമ്മുടെ അയൽ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പരിസരങ്ങളിലോ ഒക്കെ നമുക്ക് ജീവനെ കാണാം. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല. അപ്പം അതിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ പറ്റി എന്നുള്ളത് അത് ഇത്രയും പേരുടെ സപ്പോർട്ടുമുണ്ട്. വീട്ടുകാരായാലും നാട്ടുകാരായാലും അയൽവാസികളൊക്കെ കട്ട സപ്പോർട്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അങ്ങനെ ചിലർക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല, അവർക്ക് ആഗ്രഹമുണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പം എനിക്കായാലും അവർക്കായാലും ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാകും. ഇപ്പം ചേട്ടൻ ഇത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനൊരു മനുഷ്യനെ എങ്ങനെ ഇത്ര ഈ ഒരു രീതിയിലോട്ട് പോയെന്ന് ആർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവരതിനെപ്പറ്റി എന്താണ് പറഞ്ഞത്? തീർച്ചയായിട്ടും എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ഇത് നമ്മളെ ബയോപിക്കുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഓട്ടോ ബയോപിക് ഇത് എൻ്റെ തന്നെ ലൈഫ് ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്നൊരു കുഞ്ഞു പ്രത്യേകത ഇതിനകത്തുണ്ട്. അപ്പം എല്ലാവരും അത് എല്ലാ ലൊക്കേഷനിലൊക്കെ ഇത് പറയുമ്പോഴേ ചുമ്മാ സ്വന്തമാണോ? അതെ. അല്ല, വിനോദേട്ടൻ പറഞ്ഞത് എന്റെ മുഴുവൻ ജീവിത കഥയും അനുഭവങ്ങളും ഇതിന്റെ അകത്ത് കാണിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. അതിലൊരു കുഞ്ഞംശം മാത്രമേ ഉള്ളൂ. ഈ വല്ലാത്ത സൗഹൃദങ്ങളുണ്ട്. ഇത് 6 വർഷത്തെ കഥയല്ലേ പറഞ്ഞത്, 6 വർഷത്തെ ജീവിത. ഇത് 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കാണിക്കാവുന്ന ലിമിറ്റ് ഇല്ലേ? 60 വർഷത്തെ അനുഭവങ്ങൾ ഈ 6 വർഷത്തെ ഉള്ളിലുണ്ട്. ഒത്തിരി ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. ഞാൻ കണ്ട, അനുഭവിച്ച, അറിഞ്ഞ ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷെ അതിൽ നമുക്ക് സിനിമ എഴുത്തിലെ ലിമിറ്റേഷൻസ് വരും. അത് കഴിഞ്ഞ് അത് സിനിമാറ്റിക് ആക്കുമ്പം അല്ലെങ്കിൽ വിഷ്വലിലേക്ക് വരുമ്പോൾ അതിലും ലിമിറ്റ് ചെയ്തേ പറ്റും. ഇത്രയധികം അനുഭവങ്ങൾ പറയാൻ പറ്റില്ല. ഇത് സിനിമയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ജീവിതം തന്നെയല്ലേ ശരിക്കും പാഠപുസ്തകം? അതെ. അപ്പം ചേട്ടാ, എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. നിങ്ങളുടെ സ്ട്രഗിളും കാര്യങ്ങളും നമ്മുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം വലിയൊരു സക്സസ്സായി മാറട്ടെ. അപ്പം ഡിസംബർ 13 ജീവൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഇവർ പ്രതീക്ഷിക്കുന്നു. ആൻഡ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, അവർ സപ്പോർട്ട് ചെയ്യുക. നന്ദി. താങ്ക് യു. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളെല്ലാവരും പുതുമുഖങ്ങളാണ്. അതെ. അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ട് കൂടുതൽ നമുക്ക് ആവശ്യമാണ്. അതെ, പുതുമുഖങ്ങളുടെ ഒരുവിധ പതർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു സിനിമ കാണാം, വളരെ പക്കാ പ്രൊഫഷണലായിട്ടുള്ളൊരു സിനിമ, നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. താങ്ക് യു.